ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാ കൂടെ പുതിയൊരു സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ പിടിക്കുന്ന നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി ഗൈസ്. താങ്ക് യു ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഇനിയും സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ടോപ്പ് 5 മൈൻക്രാഫ്റ്റ് കണ്ടൻറ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ട് കുറേ ഹിന്ദി യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കാണേണ്ടി വന്നു, പിന്നെ മലയാളം കണ്ടൻസ് കുറച്ച് കളക്ട് ചെയ്യേണ്ടി വന്നു. 2025 തന്നെ ബെസ്റ്റ് ടോപ്പ് കണ്ടൻസ് ആണ് ഞാൻ ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഉറപ്പായിട്ടും ക്ലിക്ക് ആവുന്നതായിരിക്കും. പുതിയതായിട്ട് തുടങ്ങിയ ചാനലാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്ന കണ്ടൻസ് അപ്ലോഡ് ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പിന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 20 ആണ്. കഴിഞ്ഞ വീഡിയോക്ക് നിങ്ങൾ 88 ലൈക്കിങ് കിട്ടി. ആൻഡ് അത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 20 ആണ്. ആൻഡ് ചെയ്യുക ഗൈസ്, ഉറപ്പായിട്ടും നിങ്ങൾ ചെയ്യുമെന്ന് എനിക്കറിയാം. ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ലിസ്റ്റിലെ ഫസ്റ്റ് കണ്ടെന്ന് വെച്ചാൽ ഷേഡർ പാക്ക് ആൻഡ് മോഡ്സ് ആണ്. യെസ് ഗൈസ്, ഷേഡർ പാക്സിലും മോഡ്സിന് വേണ്ടി നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല രീതിക്കുള്ള സപ്പോർട്ടും അതേപോലെ നല്ല രീതിക്കുള്ള വ്യൂസും കാര്യങ്ങളൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ടെന്നല്ല, ഉറപ്പാണ് ഗൈസ്. ആൻഡ് ഞാൻ അതേപോലത്തുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിയേറ്റീവ് മോഡിൻ്റെ. എനിക്ക് ഏകദേശം അത് ആദ്യം 5K വ്യൂസ് ആയിരുന്നു. ഇപ്പോൾ ഏകദേശം 13K വ്യൂസ് ഉണ്ട് ആ വീഡിയോയ്ക്ക്, 260 ലൈക്കും ഉണ്ട്. ഞാൻ അതുകൊണ്ട് പറയുകയാണ്, മോഡ്സിൻ്റെ ഷേഡർ പാക്കിൻ്റെ മേളിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഒരു ഫ്രഷ് ചാനൽ, ഒരു പുതിയ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഷേഡർ പാക്കിൻ്റെയും അതേപോലെ മോഡ് പാക്കിൻ്റെ വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക ഗൈസ്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് വീഡിയോ സപ്പോർട്ടും കിട്ടും, സബ്സ്ക്രൈബേഴ്സും കൂടാനുള്ള ചാൻസ് ഉണ്ടെന്നില്ല, ഉറപ്പായിട്ടും കൂടും. ഞാനാ പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് കണ്ടന്റിലോട്ട് പോവാം. നമ്മുടെ ലിസ്റ്റിലത്തെ രണ്ടാമത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ്സ് ആണ്. ആൻഡ് മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ്സിൽ നിങ്ങൾക്കറിയാലോ, ഏതെങ്കിലും ഒരു പുതിയൊരു മൂവ് വരാതിരിക്കില്ല. ആൻഡ് നിങ്ങൾ ഇതിനെപ്പറ്റി വീഡിയോ ഇടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല വ്യൂസും നല്ല സപ്പോർട്ടും കിട്ടുന്നതായിരിക്കും. ഞാൻ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഉണ്ട് മൈൻക്രാഫ്റ്റ് 1.21ൻ്റെ. ആൻഡ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിനകത്ത് 1.6K വ്യൂസും അതേപോലെ 61 ലൈക്കും ഉണ്ട്. ആൻഡ് നിങ്ങൾ ഉറപ്പായിട്ടും ആ മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ്സിനെ കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്ക്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുന്നെങ്കിൽ ഫ്രഷ് ചാനലാണെങ്കിൽ ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ടോപ്പിക്ക് മൈൻക്രാഫ്റ്റ് അപ്ഡേറ്റ് എന്നുള്ള ടോപ്പിക്ക് സെർച്ചിലും റാങ്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മുടെ വിഷയത്തെ മൂന്നാമത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ മൈൻക്രാഫ്റ്റ് 100 ഡേ സർവൈവൽ വീഡിയോസ് ആണ്. ഇതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഒരു പ്ലെയർ 100 ഡേ സർവൈവ് ചെയ്ത് ആ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിനാണ് 100 ഡേ സർവൈവൽ വീഡിയോ എന്ന് പറയുന്നത്. പക്ഷേ ഇത് ഹിന്ദി യൂട്യൂബേഴ്സാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. മലയാളത്തിൽ 3 മാത്രമേ കണ്ടിട്ടുള്ളൂ, 100 ഡേ സർവൈവിങ് ഹാർഡ് കോർ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് അത് അർജുൻ MP വേറെ 2 യൂട്യൂബേഴ്സിൻ്റെ ആണ്. ആൻഡ് നിങ്ങൾക്ക് ആ വീഡിയോ വേണമെങ്കിൽ മൊബൈലും ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ 100 ഡേ വീഡിയോ ചെയ്യണമെങ്കിൽ നല്ല രീതിക്ക് നിങ്ങൾക്ക് കഷ്ടപ്പെടേണ്ടി വരും, നല്ല രീതിക്ക് ഹാർഡ് വർക്കും ചെയ്യേണ്ടി വരും. ബട്ട് ഇത് കേരളത്തിലധികം ബെറ്റർ പ്ലേയേഴ്സ് ചെയ്യാത്ത കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതും ഉറപ്പായിട്ട് ചെയ്ത് നോക്കുക ഗൈസ്. ആൻഡ് നെക്സ്റ്റ് കണ്ടന്റിലോട്ട് കിടക്കാം. നമ്മുടെ ലിസ്റ്റിൽ 4ാമത്തെ കണ്ടന്റ് എന്ന് വെച്ചാൽ ഹൗ ടു കണ്ടന്റ്സ് ആണ്. ഹൗ ടു വീഡിയോസ് എന്താണെന്ന് അറിയാത്തവർക്ക് പറഞ്ഞുതരാം. ആൻഡ് ഇതിനകത്ത് നമുക്ക് മൈൻക്രാഫ്റ്റ് തംബ്നെയിൽ എങ്ങനെ ഉണ്ടാക്കാം, മൈൻക്രാഫ്റ്റ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യാം, മൈൻക്രാഫ്റ്റ് ചാനലിൻ്റെ ബാനർ എങ്ങനെ ഉണ്ടാക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണ്ടും അതേപോലത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ പരിചയപ്പെടുത്താൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഗ്ലോയിങ് ഫോട്ടോ എങ്ങനെ ഉണ്ടാക്കാം, അതേപോലെ മലയാളം ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ എങ്ങനെ മൈൻക്രാഫ്റ്റ് തംബ്നെയിൽ ആഡ് ചെയ്യാം, അതൊക്കെയാണ് ഹൗ ടു വീഡിയോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളൊരു വീഡിയോ ഒന്ന് ചെയ്ത് നോക്കുക ഗൈസ്. ഡെറ്റായ ചാനൽസിന് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും ഈ വീഡിയോസ്. ഹൗ ടു ഡൗൺലോഡ് മൈൻക്രാഫ്റ്റ് പാച്ച് എഡിഷൻ, ഹൗ ടു ഡൗൺലോഡ് മൈൻക്രാഫ്റ്റ് ഷേഡർ, ഇതൊക്കെ ആ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ആൻഡ് നെക്സ്റ്റ് കണ്ടന്റിലോട്ട് കിടക്കാം. നെക്സ്റ്റ് കണ്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, നെക്സ്റ്റ് വേറെ കാര്യമാണ് ഗൈസ്. ആൻഡ് ദിസ് ഈസ് ട്രെൻഡിങ് ടോപ്പിക്സ്. ആൻഡ് ഈ ട്രെൻഡിങ് ടോപ്പിക്സ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ യൂട്യൂബിൽ ഏറ്റവും കൂടി ട്രെൻഡിങ് നിൽക്കുന്ന ഒരു വീഡിയോ ചെയ്യുക ഗൈസ്. ആൻഡ് അതൊരു യൂട്യൂബർ, ഇപ്പോൾ 1 ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരു സമയത്ത് നല്ല ട്രെൻഡായിരുന്നു. അപ്പോൾ അത് കുറേ പേര് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേർക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടി. ഞാൻ മാത്രം ചെയ്തില്ല. ആൻഡ് അപ്പോൾ ഇത് ചെയ്തവർക്ക് എല്ലാവർക്കും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾ യൂട്യൂബിൽ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന ട്രെൻഡ് കണ്ടുപിടിക്കുക ഗൈസ്. ആൻഡ് അതിനെ പറ്റിയൊരു വീഡിയോ ചെയ്യുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും, ചാനൽ ക്ലിക്ക് ആവുകയും ചെയ്യും. ആൻഡ് നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ ഗൈസ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് ചോദിക്കുന്നു. പിന്നെ ഞാൻ ലാസ്റ്റ് വന്ന ടോപ്പിക്ക് ഉറപ്പായിട്ടും ചെയ്ത് നോക്കുക. അതെല്ലാ ചാനലിനും ഏറ്റവും സെയിം ആയിട്ട് വർക്കാവുന്നതാണ്. ആൻഡ് ബൈ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടും അതേപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻഡ് ബൈ ഗൈസ്.